നല്ലൊരു സൂപ്പർ ലുക്കുള്ള ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾക്ക് വേണ്ടത് മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു അരിമണി പോലത്തെ ഷേപ്പുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇങ്ങനത്തെ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ 4mm 3mm 5mm അങ്ങനെ പല സൈസ് വരുന്ന ബീഡ്സും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് കളറിൽ. പിന്നെ മെയിനായിട്ട് നമ്മൾ ഗിയർ വയർ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം ചെറിയ ലെങ്ത്തിൽ ഒരു 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഗിയർ വയർ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മുടെ ആ ഒരു ഡ്രോപ്പ് ഷേപ്പിലുള്ള ബീഡ് ഉണ്ടല്ലോ, ആ ബീഡ് നമ്മൾ ഇതുപോലെ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 10 പ്രാവശ്യം അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ബ്രാഞ്ച് വരുന്ന പോലെ വീണ്ടും നമ്മൾ ആ ഒരു അരിമണിയുടെ ഷേപ്പുള്ള ബീഡ് ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പുറത്തെ സൈഡിലേക്കും അങ്ങനെ 2 സൈഡിലേക്കും ബ്രാഞ്ച് വരുന്ന പോലെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് കുറച്ചധികം പീസ്, എക്സാക്റ്റ് ഒരു 24 പീസ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വൃത്തിക്ക് തന്നെ പിരിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 24 പീസോളം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ 3 പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു പീസിൻ്റെ 2 സൈഡിലേക്കും വരുന്ന പോലെ നമ്മളിങ്ങനെ ബ്രാഞ്ചസ് പോലെ അപ്പുറവും ഇപ്പുറവും വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 പീസ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു തിക്നെസ് ലഭിക്കുന്ന പോലെയുള്ള ഒരു ബ്രാഞ്ചായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും, അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം സെൻറ്ററിലേക്ക് ഒരു ബ്രാഞ്ച് എടുത്തിട്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും അടുത്ത 2 ബ്രാഞ്ച് കൂടി ഇട്ടിട്ട് 3 കൂടി നല്ലപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളിത് എല്ലാ പീസും ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഹെയർ ബാൻഡിലേക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഹെയർ ബാൻഡ് കുറച്ച് താഴ്ഭാഗത്ത് നിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഗിയർ വയർ ഒരു അത്യാവശ്യം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് താഴ്ഭാഗത്ത് നല്ലപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് 5mm സൈസിലെ ഒരു ബീഡാണ്. നിങ്ങൾക്കിപ്പോൾ 3mm സൈസിൽ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ബീഡ് സെറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരേ സൈസിൽ ബീഡ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പല സൈസിൽ ബീഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 3 5mm സൈസിൽ ബീഡ് സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ഒരു ബീഡ് ഇട്ടിട്ട് ജസ്റ്റ് ഹെയർ ബാൻഡിലേക്ക് കൂടി ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 3 5mm സൈസിൽ ബീഡ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ 4mm സൈസിൽ ബീഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 8 ബീഡ് ഇങ്ങനെ വരുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഞാനിട്ട് കൊടുക്കുന്ന ഈ ഒരു ബീഡിൻ്റെ നമ്പേഴ്സ് കൂട്ടാട്ടോ. ഞാനിവിടെ 8 എണ്ണം വെച്ചാണ് ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 എണ്ണം വെച്ച് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതിൽ ചേഞ്ചൊക്കെ വരുത്താവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ആദ്യം ഞാൻ വിചാരിച്ചു ഗിയർ വയർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നമ്മുടെ ആ ഒരു ബ്രാഞ്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അതിലും നല്ല എളുപ്പത്തിൽ നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല വൃത്തിക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് ഒട്ടിക്കിട്ടാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൂ ഗൺ അവോയ്ഡ് ചെയ്തിട്ട് മറ്റേ ഒട്ടുന്ന B7000 പോലെയുള്ള നല്ല ക്വാളിറ്റി ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം ഗിയർ വയർ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് അത് അവിടെ ഇരുന്നോളും. ഇപ്പം ഞാൻ പെട്ടെന്ന് തീർക്കാനുള്ള എളുപ്പപ്പണിയിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് ഒട്ടിച്ചു എന്ന് മാത്രമേ കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറവും ഇപ്പുറവും 2 ബ്രാഞ്ച് വരുന്ന പോലെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബ്രാഞ്ചസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഫ്ലവർ ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഫ്ലവർ ബീഡ് വെച്ച് കൊടുത്തിട്ട് ആ ഫ്ലവർ ബീഡിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളൊരു സ്റ്റോൺ കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലിപ്പ് സ്റ്റോൺ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കസ്റ്റമറിന് സെയിൽ ചെയ്യുമ്പോൾ ഗ്ലൂ ഗണ്ണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഹെയർ ബാൻഡിൻ്റെ ബാക്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചോ അല്ലെങ്കിൽ ഫെൽ ഷീറ്റ് വെച്ചോ നല്ലപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗിയർ വയർ വെച്ച് തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം ഗിയർ വയർ വെച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഫ്ലവർ ബീഡ് പൊട്ടിച്ച് കൊടുത്തപ്പോൾ തന്നെ അതിൽ കുറച്ചുകൂടി നീങ്ങിയിട്ട് വീണ്ടും നല്ല തിക്നെസ്സിൽ നമ്മുടെ ബ്രാഞ്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ വീണ്ടും ഫ്ലവർ ബീഡും ക്ലിപ്പ് സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 3 ഫ്ലവർ ബീഡ്സാണ് ഇങ്ങനെ
സെക്ഷനായിട്ട് നല്ല തിക്നെസ്സിൽ ബ്രാഞ്ചസ് വരുന്ന പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതിൽ പല മാറ്റങ്ങളും നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ അത് നല്ലപോലെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെയാണ് വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും പറയാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബാൻഡ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് 3 ഫ്ലവർ ബീഡ്സും വെച്ചിട്ടുള്ള സെക്ഷനും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ ഗിയർ വയർ വെച്ച് ബീഡ്സ് ഇട്ടും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അപ്പുറവും ഇപ്പുറവും സെയിം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. പിന്നെ ഒത്തിരി പേര് ഡൗട്ടാണ് ഇത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്നുള്ളതൊക്കെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. ഇഷ്ടത്തിനെന്നല്ല, നമ്മൾക്കൊരു അഫോർഡബിളായിട്ട് തോന്നുന്ന റേറ്റിന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഇത് വേണമെങ്കിൽ 150 to 200 ആ ഒരു റേഞ്ചിൽ സെയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള റേഞ്ചിലും സെയിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി, അതിന് നിങ്ങൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തു ഒക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ പ്രൊഡക്റ്റിനും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ബീഡ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഫ്ലവർ ബീഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ അതിന് താഴെയായിട്ട് നമ്മളിത് ഇതുപോലെ ബീഡ്സ് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു എലഗൻ ലുക്കുള്ള ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹെയറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തേനെ. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമെന്നല്ല, വലിയ അഡൽട്ടായ ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഹെയർ ബാൻഡിൻ്റെ സെക്ഷൻ മറയ്ക്കാനായിട്ട് നമുക്ക് ഹെയറൊക്കെ വെച്ച് അത് കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ടിയാറ ഇരിക്കുന്ന പോലെ നല്ല ഭംഗിയിലിരിക്കും. അപ്പോൾ ഞാനിനി ഒരു വീഡിയോയിൽ വേണമെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ട് നമ്മളിതൊരു ഹെയറിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുള്ളതും ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഈ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.